ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിതിന് മുന്നേ ചെയ്ത ചൈനീസ് ബാൽസത്തിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു എന്നും ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അന്ന് ആ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ചൈനീസ് ബാൽസം സെയിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം സെയിൽ ചെയ്യുന്ന പ്ലാന്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ നിലവിൽ സെയിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറയാം കേട്ടോ. നമ്മളിപ്പം ചൈനീസ് ബാൽസത്തിൻ്റെ സെയിൽ ചെയ്യുന്നില്ല, തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ വീഡിയോയിൽ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നിലവിൽ ഞാൻ ബാൽസം പ്ലാന്റ് സെയിൽ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ പെറ്റൂണിയാസ് സെയിൽ ചെയ്യുന്നുണ്ട്. പെറ്റൂണിയയുടെ പിങ്ക് കളറും അതുപോലെ തന്നെ ലൈറ്റ് റോസ് കളറും, ഈ രണ്ട് കളറാണ് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ട് വരുന്നത്. പിന്നെ പലരും വൈറ്റ് ചോദിക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് സെയിലിനായിട്ട് ആയിട്ടില്ല, ഉടൻ തന്നെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഞാൻ വീഡിയോസിൽ ഞാൻ കറക്റ്റായിട്ട് പറയും കേട്ടോ. വൈറ്റ് സെയിൽ തുടങ്ങുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വെച്ചാൽ നമ്മുടെ ഒരു ഓർക്കിഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്, ഓർക്കിഡ്സിൻ്റെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, ഓർക്കിഡ്സ് ഒന്നും കാണുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതുമാത്രമല്ല, ഓർക്കിഡ്സിൻ്റെ നിരവധി സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത നമ്മളെ ഒരുപാട് വീഡിയോ, ഓർക്കിഡിൻ്റെ വീഡിയോസിലൂടെയാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് ഓർക്കിഡ് വളർത്തിയിട്ട് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട് അവർ. അപ്പോൾ അവർ പ്രധാനമായിട്ടും ചിലർ പറയുന്നൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച് നല്ല വില കൊടുത്ത് ആണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് കൂടുതൽ മേടിക്കുന്ന നമ്മുടെ ഡെൻഡ്രോബി ഓർക്കിഡ്സ് ആണ്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് നല്ല ഫ്ലവർ കണ്ടിട്ടാണ് നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്നത്. ആ ഒരു ഫ്ലവർ കഴിഞ്ഞ് പിന്നെ ഫ്ലവേഴ്സ് വരുന്നില്ല. അപ്പോൾ വരുന്ന ഫ്ലവേഴ്സിൻ്റെ ബഡ്സ് എന്ന് പറയുമ്പോൾ തീരെ ചെറുതാവുന്നു. ഇങ്ങനെ കുറേ കംപ്ലൈൻറ്റ്സ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് മെസ്സേജിൽ വരുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എൻ്റെ കാഡ്ലിയ ഓർക്കിഡാണ്. നമ്മൾ ഇതിന് മുന്നേ വീഡിയോസിലൊക്കെ നിങ്ങൾ ഈ ഫ്ലവർ പ്ലാന്റ് കണ്ട് കാണും കേട്ടോ. അപ്പോൾ ഇത് മിക്കപ്പോഴും എനിക്ക് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് തന്നെയാണ്. ഇപ്പോൾ മഴ സമയത്തും ഒക്കെ ധാരാളമായിട്ട് പൂക്കളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് പൂക്കൾ വന്ന് തുടങ്ങുന്നു കേട്ടോ. പലയിടത്തും ബഡ്സൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള വയലറ്റ്, ഇത് പൊതുവേ എല്ലായിടവും കാണുന്നൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല രീതിയിൽ ഫ്ലവർ എനിക്ക് നൽകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. വലിയ ഫ്ലവേഴ്സും കൂടിയാണ്, നല്ല കൊല പോലെയാണ് പൂക്കൾ വരുന്നത്. നമ്മൾ സ്പൈക്ക് വന്നിട്ടല്ല, അല്ലാതെയാണ് പൂക്കൾ വരുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബാസ്ക്കറ്റ് വാൻഡ എന്ന് പറയുന്ന വെറൈറ്റി ആണ്, ഓർക്കിഡ്സ് ആണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ബാസ്ക്കറ്റ് വാൻഡയുടെ ഒരുപാട് കളേഴ്സ് വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇതും എനിക്ക് ഒരു വർഷത്തിലൊരു 4 തവണ, കുറഞ്ഞ 4 തവണയെങ്കിലും എനിക്ക് പുതിയ പുതിയ പൂക്കൾ തരാറുണ്ട്. ഇങ്ങനെ പൂക്കൾ വന്നും പോയി നിൽക്കാറുണ്ട്. എനിക്കൊരു നിരാശ തോന്നിയിട്ടില്ല ഓർക്കിഡ് വളർത്തിയിട്ട്. അപ്പോൾ പൂക്കളാണ് നമ്മളെ ചെടികളിലോട് കൂടുതൽ ആകർഷിപ്പിക്കുന്നത്. അപ്പോൾ ആ പൂക്കൾ കണ്ടില്ലേ നമുക്ക് സങ്കടമാണ്. അപ്പോൾ ആ പൂക്കൾ ഉണ്ടാവാതിരിക്കാനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിലൊരു 10-200 ഡെൻഡ്രോബിയം പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാം ഡിഫറെൻറ്റ് വെറൈറ്റീസ് അല്ല, കുറച്ചൊക്കെ ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചതും അതുപോലെ തന്നെ പിന്നെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് തൈകൾ ഉണ്ടാക്കിയെടുത്തതും ഒക്കെയാണ്. അപ്പോൾ അത് ഭൂരിഭാഗം പ്ലാന്റ്സ് ഞാൻ സ്റ്റാൻഡിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നിലത്തൊന്നും വെച്ചിട്ടില്ല, സ്റ്റാൻഡിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ആദ്യ സമയത്ത് ഞാൻ ഓർക്കിഡ് വളർത്തുന്ന സമയത്ത് തറയിലായിരുന്നു, ഇൻ്റർലോക്കിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒച്ചിൻ്റെയൊക്കെ ശല്യം കൂടുതലായപ്പോൾ നമ്മൾ സ്റ്റാൻഡിലേക്ക് സെറ്റ് ചെയ്ത് മാറ്റി കേട്ടോ. പിന്നെ കുറച്ച് പ്ലാന്റുകൾ ഞാൻ ഇതുപോലെ ഹാങ് ചെയ്തും ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ നിൽപ്പുണ്ട് കേട്ടോ. കണ്ടോ, ഹാങ് ചെയ്തുമൊക്കെ ഇട്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് വളങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ പരിചരണം എന്ന് വെച്ചാൽ വളവും എല്ലാം നൽകി അതിനകത്ത് കീടങ്ങളും രോഗങ്ങളും ഒന്നും ഏൽക്കാതെ നല്ല രീതിയിൽ നമ്മൾ പ്ലാന്റ് കൊണ്ടുപോകുന്നു. എന്നിട്ടും അതിനകത്ത് പൂക്കൾ വരുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നമെന്ന് പലരും പറയുന്നൊരു കാര്യം. അപ്പോൾ അതിന് പ്രധാന ഒരു റീസൺ എന്ന് പറയുന്നത്, ഞാൻ വലിച്ചു നീട്ടാതെ പെട്ടെന്ന് തന്നെ പറയാം. നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന പ്ലാന്റ്, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്റ്റാൻഡിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചില പ്ലാന്റിൽ മിക്ക പ്ലാന്റ്സിലും ഫ്ലവേഴ്സ് കാണുന്നില്ല. നമ്മൾ പലയിടവും യാത്ര ചെയ്യുമ്പോഴൊക്കെ പലയിടത്തും ഇത് പൂത്ത് വാരി കിടക്കുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഇവിടെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം പ്രശ്നം, നമുക്ക് ഇത്തിരി കൂടെ മാറ്റി വെക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ്, നമ്മൾ മിക്ക ദിവസവും നമ്മൾ ഓർക്കിഡ് പ്ലാന്റ് എടുത്തുകൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഓർക്കിഡ് പൂക്കാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എത്ര വളം നൽകി അല്ലെങ്കിൽ വെള്ളം നൽകി നല്ല രീതിയിൽ കെയർ ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഈ പ്ലാന്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്ലാന്റ് 6 months എടുക്കും. നമ്മളൊരു സീഡ്ലിങ് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം എടുക്കും നമ്മുടെ ഡെൻഡ്രോബി ഓർക്കിഡ്സ് കുറഞ്ഞതൊക്കെ ഫ്ലവർ ചെയ്ത് വരാനായിട്ട്. പിന്നെ നമ്മൾ നോക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും കേട്ടോ, അത് കുറച്ച് മുന്നേയും ബാക്കിലോട്ടും ഒക്കെ ആവുന്നത്. അപ്പോൾ അങ്ങനെ 6 മാസം എടുക്കുന്ന പ്ലാന്റ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് വെക്കുമ്പോൾ വീണ്ടും
ഒരു 6 മന്ത്സും കൂടി ഫ്ലവർ വരാൻ ഒരു താമസം എടുക്കുന്നുണ്ട്, ഫ്ലവർ പുതുതായിട്ട് വരാനായിട്ട്. അപ്പോൾ നമ്മൾ കഴിവതും നമ്മൾ എവിടെയാണോ വെക്കുന്നത് ആ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. പിന്നെ അടുത്തൊരു പ്രശ്നമെന്ന് പറയുമ്പം ഈ ഫ്ലവർ വരാത്തതിൻ്റെ പ്രധാന കാര്യം, നമ്മൾ ബ്രൈറ്റ് ആയിട്ടുള്ള സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഓർക്കിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ഡെൻഡ്രോബിയം, അതുപോലെ തന്നെ മൊക്കാറ, പിന്നെ നമ്മുടെ ഓൺസീഡിയം, ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ബിഗിനേഴ്സ് കൂടുതലും നമ്മളെ വീട്ടിൽ നട്ട് വളർത്തുന്ന പ്ലാന്റ്സ് ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റി കൂടുതൽ ഇതായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് വേണ്ടുന്ന ഓർക്കിഡ്സ് ആണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ എവിടെയെങ്കിലും മൂടിയ സ്ഥലത്ത് വെട്ടവും വെളിച്ചമൊന്നും കിട്ടാത്ത ഭാഗത്ത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഭയങ്കരമായിട്ട് വെക്കും. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ടുന്ന വെളിച്ചവും കൂടി കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ എത്ര വളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാലും അത് ഫ്ലവർ ചെയ്യത്തുള്ളൂ. ഡെൻഡ്രോബിയംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല 60 to 70% ഒക്കെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുള്ള വെട്ടം വേണ്ട ഒരു പ്ലാന്റാണ്, സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നിടത്തെന്ന് വെച്ചാൽ നമ്മൾ ഉച്ച വരെ ഒരു 12 മണി വരെയെങ്കിലും നല്ല രീതിയിൽ വെളിച്ചം വെയിൽ കിട്ടുന്നൊരു ഭാഗമാണ് കേട്ടോ. രാവിലെ മുതൽ ഒരു 12 മണി വരെ നല്ല വെളിച്ചം കിട്ടുന്നൊരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ആ തീവ്രമായിട്ടുള്ള വെയിൽ നമ്മളെ ചെടികൾക്ക് ഏക്കാതെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എപ്പോഴും നല്ല രീതിയിൽ എനിക്ക് ഫ്ലവർ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് പൂക്കളൊക്കെ ഉള്ളൂ, അങ്ങ് മാത്രം പൂക്കൾ നിൽക്കുന്നതല്ലേ, എല്ലായിടും പൂക്കളൊന്നും ഇല്ല. അപ്പോൾ നമുക്കിപ്പം ഭയങ്കര മഴയായിരുന്നു. ആ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ പ്ലാന്റ് ഞാൻ ഈ മഴയത്തൊന്നും ഷിഫ്റ്റ് ചെയ്ത് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മഴയത്തിരുന്ന സമയത്തെന്ന് പറയുമ്പോൾ ധാരാളമായിട്ട് പൂക്കൾ, ഓർക്കിഡ്സിലെല്ലാം നിറച്ചും പൂക്കളുണ്ടായിരുന്നു. പിന്നെ ഏത് പൂവെന്ന് പറഞ്ഞാലും നമ്മുടെ മഴയത്ത് തോരാതുള്ള മഴയത്ത് ഇരുന്ന് കഴിയുമ്പോൾ പൂവിൻ്റെ ആയുസ് കുറയും, നശിച്ചു പോകും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എൻ്റെ ഓർക്കിഡ്സിന് പറ്റി കേട്ടോ. പ്ലാന്റ് ചെടികളൊന്നും നശിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അടുത്തത് ഇപ്പോൾ നിറച്ചും എൻ്റെ ഒട്ടുമിക്ക ഓർക്കിഡ്സിനകത്ത് നിറയെ ബഡ്സുകൾ വരുന്നുണ്ട്. പിന്നെ അത് ഒരുപാട് തൈകൾ വേണ്ടോ, ഇഷ്ടംപോലെ തൈകളും എല്ലാം വരുന്നുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ മൊക്കാറ പ്ലാന്റാണ്. ഇതും നമ്മൾ ഡെൻഡ്രോബിയൻസിനെ പോലെ തന്നെ നല്ല രീതിയിൽ വെയിൽ വേണ്ട ഒരു പ്ലാന്റാണ്. വേണ്ടോ നല്ല പോലെ ഫ്ലവർ. ഇത് അടുത്തതും ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് പുതിയ പ്ലാന്റ് ആക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നേ ഒന്ന്. പക്ഷേ അപ്പോഴത്തേക്ക് ഈ ഒരു ബഡ്സ് വന്നു, അതിൻ്റെ തൊട്ട് പുറകെ അടുത്ത ബഡ് വന്നു. അത് കാരണം ഞാനിപ്പം തൽക്കാലം ഒന്ന് വെച്ചേക്കുക, അത് കഴിയട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഈ ഓൺസീഡിയം ഇതെല്ലാം തന്നെ മഴയത്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇത് പെൻസിൽ വാൻഡയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ഇത് എന്ത് തരം വാൻഡയാണെന്ന്. അപ്പോൾ ഇത് പെൻസിൽ വാൻഡ എന്ന് പറയുന്ന ഒരു ഓർക്കിഡാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇത്രയൊന്നും നമ്മൾ ഇത് വെച്ചാൽ പോരാ. ഇപ്പോൾ എവിടെ മരമോ അല്ലെങ്കിൽ മതിൽ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. അല്ലാതെ നമുക്ക് ഈ പോട്ടിൽ ഈ ഡെൻഡ്രോബിയംസും മൊക്കാറയൊന്നും സെറ്റ് ചെയ്യുന്നത് പോലെ അധികം വെക്കാൻ പറ്റില്ല കേട്ടോ. എവിടെയെങ്കിലും നല്ല രീതിയിൽ ഇത് ഹൈറ്റിൽ അങ്ങ് പോവും, നല്ല ഹൈറ്റിൽ പോവും, ഇങ്ങനെ സൈഡിൽ ബ്രാഞ്ചസ് പൊട്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ രീതിയിലൊന്നും ഇരിക്കില്ല. തൽക്കാലം ഇതിനകത്ത് വെച്ചൊന്ന് പിടിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മഴ സമയത്ത് നമ്മുടെ ചില പ്ലാന്റുകൾ കൂടുതൽ തൊണ്ടും കാര്യങ്ങളായിരുന്നപ്പോൾ ഞാൻ റീപ്പോർട്ട് ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വെച്ച പല പ്ലാന്റ്സും ഇതേ കണ്ടോ നല്ല രീതിയിൽ നല്ല പോലെ തന്നെ ഗ്രോത്ത് വന്നത്. ഈ താഴെ നിന്നൊക്കെ നിറച്ചും തൈകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഡെൻഡ്രോബി ഓർക്കിഡ്സിനകത്ത് പലർക്കും പറ്റുന്നൊരു പ്രശ്നമാണ്. ഈ പൂക്കളും ഇലകളും ഒന്നും ഇല്ലാതെ ചില തണ്ടുകൾ നിൽക്കും. അപ്പോൾ ചിലരൊക്കെയെന്ന് പറയുമ്പോൾ അത് പിന്നെ അതിനെ നോ യൂസ് എന്ന് പറഞ്ഞത് കട്ട് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മളത് കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. ഒന്നീ കട്ട് ചെയ്ത് അത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുക, അല്ല എങ്കിൽ നമ്മൾ പ്ലാന്റ് മൊത്തത്തിൽ റീപ്പോർട്ട് ചെയ്തിട്ട് അത് സെപ്പറേറ്റ് എടുത്ത് ഇതുപോലെ തന്നെ പോട്ട് ചെയ്ത് വെക്കുക. അപ്പോഴാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഇതുപോലുള്ള തൈകൾ പൊട്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു പ്രധാന ഒരിതാണ്. അപ്പം നമുക്ക് പ്ലാന്റ് നമ്മുടെ കയ്യിൽ എത്ര പ്ലാന്റ് ഉണ്ടോ അതിനെ വീണ്ടും ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, പുതിയതായിട്ട് ഇതുപോലെ തന്നെ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അന്ന് ഞാനിതുപോലെ വെച്ച എല്ലാ പ്ലാന്റ്സും ഒരുപാട് പ്ലാന്റുകൾ ഇതുപോലെ നല്ല രീതിയിൽ തൈകൾ വന്നു. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ, അതുപോലെ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ തൈ കണ്ടു, ഇതിനകത്തെന്ന് പറയുമ്പോൾ പുതിയ മുട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്ലാന്റ് ഇതുപോലെ ബഡ്സ് വന്നിട്ടുള്ളതായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇതുപോലെ നിൽക്കുന്ന തണ്ടുകൾ റിമൂവ് ചെയ്ത് കളയരുത്. 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ പറയുന്ന രീതിയിൽ ഗ്രോത്തിൻ്റെയും ഫ്ലവറിങ്ങിൻ്റെയൊക്കെ വളങ്ങൾ ചെയ്യുക. ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ ചെയ്താൽ നമ്മളെ പ്ലാന്റിന് അത്രത്തോളം ആയുസ് കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ കെമിക്കൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റിന് കുറച്ച് ആയുസ് കുറയും. അപ്പോൾ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ നല്ല രീതിയിൽ പ്ലാന്റിന് നൽകുക. എന്നിട്ട് ഈ 2 കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പരാതി ഒഴിവാക്കാം. പൂക്കുന്നില്ല എന്നുള്ള പരാതി നമുക്ക് ഒഴിവാക്കിയിട്ട് നിറച്ചും പൂക്കൾ നമ്മൾ ഗാർഡനിൽ കൊണ്ടുവരാൻ സാധിക്കും.
ഇത് കണ്ടോ, ഇതിനകത്ത് ബഡ്സ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ആ പ്ലാന്റിൻ്റെ തന്നെയാണ്. ഇവിടെ നിന്നെല്ലാം ബഡ്സുകളാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് ദേ ഉണ്ടോ, ഈ ഭാഗത്തുനിന്ന് എല്ലാം മൊത്തത്തിൽ എനിക്ക് ചെടികളിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഇതുപോലെ ഒട്ടുമിക്ക പ്ലാന്റ്സിൽ നിന്നും ബഡ്സുകളും അതുപോലെ തന്നെ ഇത് കണ്ടോ തൈകൾ. അപ്പോൾ നമ്മൾ ഫ്ലവറിങ്ങിൻ്റെ ഒരു കാര്യം മാത്രമല്ല കേട്ടോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫ്ലവറിങ്ങിന് മാത്രമല്ല, നമ്മുടെ ചെടിയുടെ ഗ്രോത്തിനെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്ലാന്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പൊതുവായിട്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ തന്നെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ റൂട്ടൊക്കെ നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ എൻവയോൺമെൻറ്റുമായിട്ട് സെറ്റായിട്ട് നല്ല രീതിയിൽ റൂട്ട് ഗ്രോത്ത് വന്ന് പ്ലാന്റ് ഗ്രോത്തായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ പിടിച്ച് മാറ്റി വെക്കുമ്പോൾ അതിൻ്റെ നമ്മളെ റൂട്ടിൻ്റെ വളർച്ചയും പ്ലാന്റിൻ്റെ വളർച്ചയൊക്കെ കുറച്ചൊന്ന് വീണ്ടും സ്ലോ ആവും. അങ്ങനെ സ്ലോ ആവുമ്പോൾ വീണ്ടും നമ്മൾ ഫ്ലവറിങ് കിട്ടാനും പ്ലാന്റ് തൈകൾ വരാനും ഒക്കെ കുറച്ചൊന്ന് ലേറ്റ് ആവുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഷിഫ്റ്റിംഗ് ഒഴിവാക്കുക കേട്ടോ മാക്സിമം. നമ്മൾ ആദ്യം പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ബിഗിനേഴ്സാണ് നമ്മൾ ഓർക്കിഡ് ആദ്യമായിട്ടൊക്കെ കൊണ്ടുവെക്കുന്നെങ്കിൽ അവർ പ്രധാനമായിട്ട് ഈ മഴയിൽ നിന്നൊക്കെ ഒന്ന് കെയർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും UV ഷീറ്റോ അല്ലെങ്കിൽ ചെറിയ ഗ്രീൻ നെറ്റ് കൊണ്ടെന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഹോം കണക്കൊക്കെ ഒന്ന് കൊടുത്തിട്ട് നമ്മളെ പ്ലാന്റ് കൊണ്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് ഈ മഴയിൽ നിന്നും കൂടി നമുക്ക് പ്ലാന്റിനെ ഒന്ന് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.